വെൽക്കം ടു ആർഗി സ്റ്റോറീസ്. അപ്പോൾ ഒരു നട്ടപ്പൊരിയുന്ന വെയിലത്ത് ഒരു നീണ്ട ഓട്ടം ഓടിയിട്ട് ഞങ്ങൾ തഞ്ചാവൂരിൽ നിന്ന് പോണ്ടിച്ചേരി എത്തിയിട്ടുണ്ട്. തഞ്ചാവൂരിൽ നിന്ന് പോണ്ടിച്ചേരിയിലേക്ക് യാത്ര നട്ടപ്പൊരിയുന്ന വെയിലത്തായതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എടുത്ത റൂമിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനാണ് ഞങ്ങൾ ആദ്യ സമയം കളഞ്ഞത്. അങ്ങനെ ഒരു 6-6:30 വരെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ മെല്ലെ സൗത്ത് ഇന്ത്യയുടെ പാരീസ് കാണാൻ വേണ്ടി പോയി. ഈ പോണ്ടിച്ചേരിനെ സൗത്ത് ഇന്ത്യയുടെ പാരീസ് എന്ന് വിളിക്കാനൊരു കാരണം കേട്ടോ. പണ്ട് കൊളോണിയൽ കാലത്ത് ഇവിടെ കോളനി രൂപീകരിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത് ഫ്രഞ്ചുകാരായിരുന്നു. അന്ന് അവർ നടത്തിയ കച്ചവടവും കൺസ്ട്രക്ഷനും എല്ലാം ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അന്നത്തെ ഫ്രഞ്ച് കോളനിയുടെ തലസ്ഥാനമായിരുന്നു ഈ പോണ്ടിച്ചേരി എന്ന് പറയുന്നത്. ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും ആ ഒരു ഫ്രഞ്ച് കൾച്ചർ ഇന്നും പോണ്ടിച്ചേരി നിലനിൽക്കുന്നുണ്ട്. ഫ്രഞ്ച് പ്രവിശ്യയുടെ ക്യാപിറ്റലായിരുന്നു പോണ്ടിച്ചേരി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് ക്യാപിറ്റലായിരുന്ന പാരീസിനോടാണ് നമ്മുടെ ഈ പറയുന്ന പോണ്ടിച്ചേരി ഉപമിക്കുന്നത്. അതുകൊണ്ട് സൗത്ത് ഇന്ത്യയിലെ പാരീസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇപ്രാവശ്യം ആനിവേഴ്സറി എവിടെയാണ് ആഘോഷിക്കുന്നത്? ഫ്രാൻസിൽ, പാരീസിലാണ്.